ഹായ് എവരിവൺ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 തിയറും അതിൻ്റെ പ്രൂഫുമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കോഷീസ് ഇൻഇക്വാലിറ്റി. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ positively oriented circle CR centered at Z0 and with radius R if MR denotes the maximum value of f of z mod f of z on CR, then modulus of f raised to n Z0 less than or equal to n factorial mr by r raised to n equal to 1 2 3 etc. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഇതിൽ എം ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളാണ്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫ്. ഹിയർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക്. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി, അതായത് ആ സർക്കിളിൻ്റെ ഉള്ളിലും സർക്കിളിൻ്റെ മേൽഭാഗത്തും, അതായത് ഓൺ ദി സർക്കിളിലും എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണ്. ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ സെൻറ്റേഡ് അറ്റ് സെഡ് നോട്ട്. സെൻറ്റർ സെഡ് നോട്ട് ആയിട്ടുള്ള ആർ റേഡിയസ് ഉള്ള സർക്കിളാണ് നമ്മുടെ കോണ്ടൂർ പാത്ത്, അതായത് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ. അതിൻ്റെ ഉള്ളിലും ഓൺ ദി സർക്കിളിലും നമ്മുടെ ഫംഗ്ഷൻ അനലറ്റിക് ആണ്, ആൻഡ് വിത്ത് റേഡിയസ് ആർ. Then by Cauchy's integral formula for derivatives of f of z are analytic and, അതായത് നമ്മൾ Cauchy's integral formula for derivatives എന്തായിരുന്നു? ഇൻ്റഗ്രേഷൻ ഓവർ c f of z by നമുക്ക് fn of z not equal to n factorial by 2 pi I integration over cr f of z by z minus z not all raised to n plus 1 dz. ഇതായിരുന്നു Cauchy's integral formula for derivatives, n equal to 1 2 3 etc. n പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, nth ഡെറിവേറ്റീവ്, അതാണ് f raised to n പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ദെൻ ഇതിന് മോഡുലസ് കൊടുക്കാം. മോഡുലസ് കൊടുക്കുമ്പോൾ n ഫാക്ടോറിയൽ ബൈ 2 പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, സോ മോഡുലസിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ദെൻ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 പൈ ഐ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഓവർ സി ആർ ഇവിടെ താഴെയാണ്, എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 ഡി സെഡ് മോഡുലസ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് തന്നിട്ടുണ്ട് എം ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ആണ് ഓൺ സി ആറിൽ ഫോർ ഓൾ സെറ്റ് ഓൺ സി ആർ. ദെൻ നമുക്ക് ഈ ഒരു മോഡുലസ് ഇതിനുള്ളിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റഗ്രേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഡി സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ മോഡുലസിനുള്ളിലേക്കാണ്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ആണ് നമുക്ക് എഴുതാം. മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് എം ആർ എന്ന് നമുക്ക് എഴുതാം. സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ ആണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ. സോ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ആർ ആണ്. സോ ആർ റേസ് ടു n പ്ലസ് 1 നമ്മൾ കൊടുത്തു. ഇനി ലെങ്ത് ഓഫ് സി ആർ എന്ന് പറഞ്ഞാൽ 2 പൈ ആർ ആണ്. സർക്കിളിൻ്റെ ലെങ്ത് പറഞ്ഞാൽ 2 പൈ ആർ ആണ്. ബൈ എം എൽ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ, ഇൻറ്റഗ്രേഷൻ ഓവർ സി ആർ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 ഡി സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്, അതായത് മാക്സിമം വാല്യൂ ഇൻറ്റു ലെങ്ത്ത് എം എൽ ഇൻഇക്വാലിറ്റി അതാണ് വരുന്നത്. സോ എം എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മിൽ ഇത്രയും ഭാഗം വരുന്നുണ്ട്. സോ എം ആർ ബൈ ആർ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു 2 പൈ ആർ, ലെങ്ത്ത് 2 പൈ ആർ. സോ ആറും ആർ റേസ് ടു n പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ബാക്കി എന്ത് വരും? 2 പൈ എം ആർ ഡിവൈഡഡ് ആർ റേസ് ടു n വരും. ദെൻ നമ്മുടെ ഇക്വേഷൻ 1 നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 പൈ ഐ, n factorial by 2 pi I, 2 pi mr by r raised to n. So n factorial mr by r raised to n വരും. ഓക്കെ, ഇവിടെ 2 പൈ ഐ ഇല്ല കേട്ടോ, 2 പൈ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഐനെ നമ്മൾ മോഡുലസിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ മോഡ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഐ ഈക്വൽ ടു 1 ആണ് ആൻസർ. സോ അത് വെച്ചിട്ട് ഐ പോയി. സോ n ഫാക്ടോറിയൽ 2 പൈ ഐ ഇൻറ്റു 2 പൈ എം ആർ ബൈ ആർ റേസ് ടു n, അതായത് ഇതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൻ്റെ വാല്യൂ 2 പൈ എം ആർ ബൈ ആർ റേസ് ടു n ആണ്. സോ 2 പൈ ക്യാൻസൽ. Then n factorial mr by r raised to n. So modulus of fn of z not less than or equal to n factorial mr by r raised to n നമുക്ക് കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ Cauchy's inequality പറഞ്ഞാൽ ഇതാണ്. Then next, Lowry's theorem.
അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. കോഷീസ് ഇൻഇക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ലോലിസ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലെക്സ് പ്ലെയിൻ ദെൻ എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി പ്ലെയിൻ. ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയറും ആണ് ബൗണ്ടഡും ആണ് കോംപ്ലെക്സ് പ്ലെയിനിൽ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എൻറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷൻ എൻറ്റയർ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു ഡൊമൈൻ ഡി ഉണ്ടെങ്കിൽ ആ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ എൻറ്റയർ ആണെന്ന് പറയാം. ഓക്കെ, എൻറ്റയർ ഫംഗ്ഷൻ. ആൻഡ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെറ്റ് ഇസ് ദെൻ ഓർ ഈക്വൽ ടു എം. അങ്ങനെ വരുന്നതിന് നമ്മൾ എന്താ പറയുക, ബൗണ്ടഡ് എന്ന് പറയാം. ദെൻ എൻറ്റയറും ബൗണ്ടഡും ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിൻസ് എഫ് ഈസ് ബൗണ്ടഡ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം. ബൗണ്ടഡിൻ്റെ ഡെഫിനിഷനാണ്, എഫ് ബൗണ്ടഡ് ആണെന്ന് പറയുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ സെറ്റ്. ഏത് സെറ്റ് എടുത്താലും ലെറ്റ് സെഡ് നോട്ട് ബി എനി കോംപ്ലെക്സ് നമ്പർ, R be any arbitrarily large real number and CR be positively oriented circle with center Z0 and radius R. Z0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലെക്സ് നമ്പറാണ്, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ഏറ്റവും വലിയ ഒരു റേഡിയസിലൊരു റേഡിയസ്, CR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ വിത്ത് സെൻറ്റർ Z0 ആൻഡ് റേഡിയസ് R ആയിട്ടുള്ളൊരു സർക്കിൾ. എഫ് ഈസ് എൻറ്റയർ ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഈസ് എൻറ്റയർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് എവരിവെയർ, എല്ലാ സ്ഥലത്തും എഫ് ഓഫ് സെഡ് അനലറ്റിക് ആയിരിക്കും. ആൻഡ് ഹെൻസ് ഇൻസൈഡ് ആൻഡ് ഓൺ CR ദെൻ ബൈ കോഷീസ് ഇൻഇക്വാലിറ്റി. അത് എല്ലാ സ്ഥലത്തും അനലറ്റിക്കാന്ന് പറയും. നമ്മുടെ ഇവിടെ കോണ്ടൂർ പാത്ത് പറഞ്ഞാൽ CR ആണ്. ഈ CRലെ എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, അനലറ്റിക് ആയിരിക്കും. ഈ CRൻ്റെ എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. ദെൻ ബൈ കോഷീസ് ഇൻഇക്വാലിറ്റി നമുക്ക് എന്താ, കോഷീസ് ഇൻഇക്വാലിറ്റി നമ്മൾ എന്താ പഠിച്ചത്, ദ മോഡ് എഫ് എൻ ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എം ആർ ബൈ ആർ റേസ് ടു എൻ എന്നാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ, n ഈക്വൽ ടു 1 2 എക്സെട്ര 3. വെൻ n ഈക്വൽ ടു 1, ഈ എന്നിന് 1 എന്ന് കൊടുക്കുക. എന്നിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി മാറും, എഫ് ഡാഷ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 1 m by r raised to n r raised to 1, so r. Since the above inequality is true for arbitrarily large r, we get f dash of z not equal to 0. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പറാണ്. അപ്പോൾ ഇത് ലാർജ് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു r ഇൻഫിനിറ്റി ആണെന്ന് എടുക്കുക. ലാർജ് നമ്പറായിട്ട് നമ്മൾ ഇൻഫിനിറ്റി എടുക്കുക. ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഈ വാല്യൂ എന്തായിട്ട് പോകും, m by ഇൻഫിനിറ്റി എന്ന് വരും. m by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് ആൻസർ 0 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് 0 ആണെന്ന് എഴുതാം. സിൻസ് ദിസ് ചോയ്സ് ഓഫ് സെഡ് നോട്ട് വാസ് ആർബിട്രറിലി, this means that f dash of z not equal to f dash of z equal to 0 everywhere in the complex plane. Consequently f is a constant function. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ ഉള്ളൂ, 0 ആവുള്ളൂ. നമുക്ക് എന്ത് പറയാം, എഫ് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്, ലവ്ലിസ് തിയറം. ദെൻ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എനി പോളിനോമിയൽ പി ഓഫ് സെഡ് ഈക്വൽ ടു a0 പ്ലസ് a1z പ്ലസ് a2 z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an z റേസ് ടു an ഈസ് നോട്ട് ഈക്വൽ ടു 0 ഓഫ് ഡിഗ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. അതായത് ഒരു പോളിനോമിയൽ ഡിഗ്രി n ആയിട്ടുള്ള ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 0 എങ്കിലും ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും ഉണ്ടാവും. അതായത് പി ഓഫ് സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിൻറ്റ് സെഡ് നോട്ട്. സെഡ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റ് പി ഓ പോളിനോമിയലിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇഫ് പോസിബിൾ ലെറ്റ് പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മൾ എടുക്കുക. അവിടെ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ എടുത്ത്, അതായത് ഒരു പോയിൻറ്റും എന്താവില്ല, 0 ആവില്ല എന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ആ കോൺട്രഡിക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഒരു പോയിൻറ്റ് 0 ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ച് നമ്മൾ എടുത്തു. ഫോർ ഓൾസ്, അതായത് പി ഓഫ് സെഡ് ഏതെങ്കിലും ഒരു പോയിൻ്റ് പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് എടുത്തു. ഫോർ ഓൾ സെഡ് ദെൻ ദി ഫംഗ്ഷൻ പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ പി ഓഫ് സെഡ് എന്ന് എഴുതാം. ഇസ് ക്ലിയർലി എൻ്റെ പി ഓഫ്, അതായത് 1 ബൈ പി ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിടത്ത് മാത്രമേ എന്ത് വരുള്ളൂ, അനലറ്റിസിറ്റി നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ എന്താണ്, എൻറ്റയർ ആണ്. നൗ വി വിൽ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് ബൗണ്ടഡ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെൻ പി ഓഫ് സെഡ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ a0 പ്ലസ് a1z പ്ലസ് എക്സെട്ര പ്ലസ് an z റേസ് ടു n ആണ്. ഈ z റേസ് ടു n ആയിട്ട്
കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് മൊത്തം ടോട്ടൽ ഡിവൈഡ് ചെയ്യും ചെയ്യാം. സോ സെഡ് റേസ് ടു എൻ എടുക്കുമ്പോൾ A0 സെഡ് റേസ് ടു എൻ പ്ലസ് A1 സെഡ് റേസ് ടു n-1 പ്ലസ് എക്സെട്ര പ്ലസ് an-1 സെഡ് പ്ലസ് an വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗത്തിന് നമ്മൾ W ആയിട്ട് എടുക്കാം. ദെൻ പി ഓഫ് സെഡ്, ഈ പി ഓഫ് സെഡ് എന്തായിട്ട് മാറും, ഇത്രയും ഭാഗത്തിന് കേട്ടോ, ഇത്രയും ഭാഗത്തിന് നമ്മൾ W ആയിട്ട് എടുത്തു. ദെൻ പി ഓഫ് സെഡ് പറഞ്ഞാൽ an പ്ലസ് W ഓൾ റേസ് ടു സെഡ് റേസ് ടു n വരും. ചൂസ് സഫിഷ്യൻ്റ്ലി ലാർജ് പോസിറ്റീവ് നമ്പർ ആർ സച്ച് ദാറ്റ് ഫോർ ഓൾ I ഈക്വൽ ടു 1 2, അതായത് നമ്മളൊരു മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ ആയിട്ട് ചൂസ് ചെയ്യാം. ദെൻ അങ്ങനെയാണെങ്കിൽ 1/mod എന്തായിരിക്കും, ലെസ് ദാൻ 1/r ആയിരിക്കും. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തു, ആറിനെ നമ്മൾ ചൂസ് ചെയ്യാണ്. ദെൻ മോഡുലസ് ഓഫ് AI ബൈ സെഡ് റേസ് ടു n-i ലെസ് ദാൻ മോഡുലസ് ഓഫ് an ബൈ 2n, I ഈക്വൽ ടു 0 1 2 എക്സെട്ര n-1 ആണ്. ഇങ്ങനെ ഒരു ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം, ഇതിനെ മോഡുലസ് ഓഫ് AI ബൈ സെഡ് റേസ് ടു n-iനെ നമുക്ക് മോഡുലസ് ഓഫ് AI ബൈ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു n-i നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1/mod z 1/r ആണ്. ഇത് 1/mod z എന്ന് പറയുമ്പോൾ എന്താ വരിക, സെഡ് റേസ് ടു i എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സെഡ് റേസ് ടു n-i ആണ്, n-i പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/mod z എന്ന് വരും, ലെസ് ദാൻ 1/r ആണ്. പിന്നെ 1/mod z സ്ക്വയർ ലെസ് ദാൻ 1/r ആണ്, 1/mod z ക്യൂബ് ലെസ് ദാൻ 1/r ആണ്. അങ്ങനെ 1/iൻ്റെ വാല്യൂ n-1 വരെ, 1/mod n-1 കൊടുത്താൽ iൻ്റെ സ്ഥലത്ത് n-1 കൊടുത്താൽ n-1, സോ mod z എന്ന് വരും, ലെസ് ദാൻ 1/z റേസ് ടു n വരെ നമുക്ക് എന്ത് എഴുതാം, 1/r-നേക്കാളും ചെറിയ വാല്യൂ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഇത് കിട്ടി, മോഡ് AI ബൈ മോഡ് സെഡ് റേസ് ടു n-i എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/r ആണെന്ന് കിട്ടി. ഇവിടെ മോഡ് AI എന്ന് പറഞ്ഞത് മോഡ് an-നേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. I എന്ന് പറഞ്ഞത് 0 1 2 മുതൽ n-1 വരെയുള്ള വാല്യൂസാണ്. n പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth ടേം, ഐയിൽ ഉൾപ്പെടുന്നത് 0 മുതൽ n-1 വരെയുള്ള ടേമാണ്. അതിനേക്കാളും വലുതായിരിക്കും എന്ത്, nth ടേം എന്ന് പറഞ്ഞു. സോ an ദെൻ r ലെസ് ദാൻ r എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ r-നേക്കാളും 2n ലെസ് ദാൻ r ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, 2n ലെസ് ദാൻ r ആണെങ്കിൽ 1/2n ഗ്രേറ്റർ ദാൻ 1/r എന്ന് വരും. ദെൻ 1/r-നേക്കാളും വലുത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് an ബൈ 2n എഴുതാം. ഓക്കെ, മോഡ് an ബൈ 2n. സോ അതാണ് ഇവിടെ എഴുതിക്കുന്നത്, മോഡ് AI ബൈ സെഡ് റേസ് ടു n-i ലെസ് ദാൻ മോഡ് an ബൈ 2n ഫോർ ഓൾ സെഡ് വിത്ത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ r നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് അവിടെ. ഓക്കെ, ഇനി നമുക്കിവിടെ മോഡ് W പറഞ്ഞാൽ ഈ ഒരു ടേമാണ്, ഈ ടേമിന് മോഡ് W കൊടുക്കാം. ദെൻ മോഡ് W ഈക്വൽ ടു മോഡുലസ് ഓഫ് A0 ബൈ സെഡ് റേസ് ടു n പ്ലസ് A1 ബൈ സെഡ് റേസ് ടു n-1 പ്ലസ് എക്സെട്ര പ്ലസ് an-1 ബൈ സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്, അതായത് നമുക്കറിയാം മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് എഴുതാം. സോ ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് A0 ബൈ സെഡ് റേസ് ടു n പ്ലസ് മോഡ് A1 ബൈ സെഡ് റേസ് ടു n-1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് an-1 ബൈ സെഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ മോഡ് an ബൈ 2 എന്ന് വരും. അതായത് ഇതൊക്കെ അതായത് 0 1 എക്സെട്ര n-1 ആണ്. ഇത് പറഞ്ഞിട്ട് nth ടേമാണ്. ഇത് എന്തായാലും nth ടേമിനേക്കാളും ചെറുതായിരിക്കും. പിന്നെ ഇത് 1 പ്ലസ് 2 പ്ലസ് എത്ര പേരുണ്ട്, 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് ഇവിടെ ഐക്ക് 0 കൊടുത്ത ടേമാണ് ഇത്, ഐക്ക് 1 കൊടുത്ത ടേമാണ് ഇത്. സോ ഇതെന്ന് പറഞ്ഞത് AI എന്ന് പറഞ്ഞത് ലെസ് ദാൻ മോഡ് an ബൈ 2n ആണ്. സോ ഇത് ലെസ് ദാൻ മോഡ് an ബൈ 2n നമ്മൾ എഴുതി. ഇത് n ടേം വരെ ഉണ്ട്, n ടേം വരലുകൊണ്ട് നമ്മൾ n ബൈ 0 മുതൽ n-1 വരെയാണ്. 0 മുതൽ n-1 വരെ എത്ര ടേം വരും, n ടൈംസ് വരും. സോ n ഇൻറ്റു മോഡ് an ബൈ 2n. സോ എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി. സോ ലെസ് ദാൻ മോഡ് an ബൈ 2 എന്ന് വരും ഫോർ ഓൾ സെഡ് വിത്ത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ r. ഹെൻസ് വെൻ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ r, മോഡുലസ് ഓഫ് an പ്ലസ് w ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് an മൈനസ് മോഡുലസ് ഓഫ് w ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് an ബൈ 2 എന്ന് വരും. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് മോഡുലസ് ഓഫ് മോഡ് W എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് an ബൈ 2 നടത്തി. അതിൻ്റെ കൂടെ നമ്മളൊരു an കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് എന്തായിട്ട് മാറും, ഇത് ചെറുതായിട്ട് മാറും, ഇത് ചെറുതാവും. an കൂടി ആഡ് ചെയ്താൽ ഇത് ചെറുതാവും, ഇവിടെ എന്തായിരിക്കും, ഇത് വലുതാവും. സോ മോഡ് an പ്ലസ് W ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് an മൈനസ് മോഡ് W ഗ്രേറ്റർ ദാൻ മോഡ് an ബൈ 2 എന്ന് വരും. ഓക്കെ,
ആൻഡ് സോ മോഡുലസ് ഓഫ് പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് an plus w z raised to n. So modulus of p of z equal to modulus of an plus w into modulus of z raised to n. അത് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് an ബൈ 2 എന്ന് വരും. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിനേക്കാളും വലുതാണ്. സോ 1 ബൈ മോഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ബൈ ആർ എന്നാണ് വരിക. Then modulus of an plus w modulus of z raised to n greater than mod an by 2. നമ്മൾ ഈ ഒരു റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ മോഡ് an by 2 r raised to. അപ്പോൾ നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്നും കൂടി എഴുതാം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. അതായത് മോഡുലസ് ഓഫ് പി ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നറിയാം, മോഡുലസ് ഓഫ് an പ്ലസ് w z raised to n ആണെന്ന് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം, ഈസ് ഗ്രേറ്റർ ദാൻ, നമ്മൊരു റിലേഷൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഇതിന് നമുക്ക് ഈക്വൽ ടു ആയിട്ട് മോഡുലസ് ഓഫ് an പ്ലസ് w ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു n എന്ന് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ അതായത് മോഡ് സെഡ് വൺ ഇതിൽ മോഡ് an പ്ലസ് w എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ മോഡ് an ബൈ 2 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് an ബൈ 2. സെഡ് റേസ് ടു എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ ആണ്. സോ സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കാം, ആർ റേസ് ടു n എന്ന് കൊടുക്കാം. ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് മോഡുലസ് കൊടുക്കണമെന്നില്ല. സോ ആർ റേസ് ടു n നമ്മൾ കൊടുത്തു. ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻ വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പി ഓഫ് സെഡ് ആണ്. നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് നമ്മൾ എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്, 1 ബൈ പി ഓഫ് സെഡ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ പി ഓഫ് സെഡ് എന്ന് എഴുതാം. അപ്പോൾ 1 ബൈ മോഡുലസ് ഓഫ് പി ഓഫ് സെഡ്, 1 ബൈ മോഡുലസ് ഓഫ് പി ഓഫ് സെഡ്. പി ഓഫ് സെഡ് പറഞ്ഞാൽ മോഡ് an ബൈ 2 ആർ റേസ് ടു n ആണ്. അപ്പോൾ 1 ബൈ പി ഓഫ് സെഡ് പറഞ്ഞാൽ എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ, അതായത് ഇവിടെ പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. സോ 1 ബൈ പി ഓഫ് സെഡ് എന്തായിരിക്കും, ലെസ് ദാൻ ആയിരിക്കും. 1 ബൈ പി ഓഫ് സെഡ് ലെസ് ദാൻ 2 ബൈ മോഡ് an ആർ റേസ് ടു n ഫോർ ഓൾ സെഡ്. ഏത് സെഡ് എടുത്താലും മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആറിലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഈസ് ബൗണ്ടഡ് ഇൻ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇൻ ദി റീജിയൻ എക്സ്റ്റീരിയർ ടു ദി ഡിസ്ക് മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അതായത് എക്സ്റ്റീരിയർ ടു ദി ഡിസ്ക് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആറിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണ്. അതായത് ഒരു സർക്കിളാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിൻ്റെ പുറത്ത് ഭാഗം അതായത് ഔട്ട് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ഇനി നമുക്ക് എന്ത് നോക്കണം, ഉള്ളിൽ ഭാഗം നോക്കാം. മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ക്ലോസ്ഡ് ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അത് ഉൾഭാഗമാണ്. ഉൾഭാഗം എന്തായാലും എന്താണ്, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം, എഫ് കണ്ടിന്യൂസ്, എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തിയറത്തിൽ തന്നാണ്. ഹെൻസ് എഫ് ഈസ് ബൗണ്ടഡ് ഇൻ മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആവുമ്പോഴും ബൗണ്ടഡ് ആണെന്ന് കിട്ടി. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ ആവുമ്പോഴും നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി, ബൗണ്ടഡ് ആണെന്ന് കിട്ടി. ഓക്കെ, എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് ബൗണ്ടഡ് ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. എഫ് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ബൗണ്ടഡ് ആണ്. ദസ് എഫ് ഓഫ് സെറ്റ് ഈസ് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ്. എൻറ്റയറും ബൗണ്ടഡും ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ബൈ ലവ്ലീസ് തിയറം വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് സിൻസ് എഫ് ഓഫ് സെറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, പി ഓഫ് സെറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താ, 1 ബൈ പി ഓഫ് സെഡ് ആണ്. അപ്പോൾ പി ഓഫ് സെഡ് കോൺസ്റ്റൻറ്റ്, എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പി ഓഫ് സെഡ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഓൾസോ കോൺസ്റ്റൻറ്റ്. ബട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പി ഓഫ് സെഡ് എന്താ, നമ്മുടെ തിയറത്തിൽ തന്നിട്ടുള്ള പി ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായാലും എന്താവില്ല, കോൺസ്റ്റൻ്റ് ആവില്ല, ഒരിക്കലും അത് കോൺസ്റ്റൻ്റ് ആവില്ല. സോ പി ഓഫ് സെഡ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. അത് തെറ്റാണ്. അതായത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്ത് വന്നത്, പി ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നാണ് നമ്മൾ എടുത്തത്. അതായത് ഒരു പോയിന്റിലും പോളിനോമിയലിൻ്റെ ഫംഗ്ഷൻ 0 ആവില്ല എന്ന് നമ്മൾ എടുത്തു. അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ പി ഓഫ് സെറ്റ് നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ബട്ട് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള പി ഓഫ് സെറ്റ് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഒരിക്കലും എന്താവില്ല, കോൺസ്റ്റൻ്റ് ആവില്ല. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അസ്യൂം ചെയ്തത് നമ്മൾ എന്താ, പി ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ആവും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ അസംഷൻ എന്തായി പോയി, തെറ്റിപ്പോയി.
സോ പി ഓഫ് സെഡ് ഈക്വൽ ടു 0 ഫോർ സം കോംപ്ലക്സ് നമ്പർ സെഡ്. ഏത് ഒരു കോംപ്ലക്സ് നമ്പർ, അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ സെഡിലെങ്കിലും നമ്മുടെ പോളിനോമിയൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. അപ്പം 3 തിയറാണെന്ന് പഠിച്ചത്. കോഷീസ് ഇൻഇക്വാലിറ്റി, ലവ്ലിസ് തിയറം ആൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അതിൻ്റെ പ്രൂഫും ചോദിക്കും. ഓക്കെ, താങ്ക് യു.